നമ്മളിപ്പോൾ ലെക്സോറിൽ മമ്മിഫിക്കേഷൻ മ്യൂസിയത്തിലാണുള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാക് ടെമ്പിളാണ്, ലെക്സോർ ടെമ്പിളാണ് കാണുന്നത്. ലെക്സോർ ടെമ്പിൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് മമ്മിഫിക്കേഷൻ മ്യൂസിയം. നല്ല സൺസെറ്റ് ഉണ്ട്. മമ്മിഫിക്കേഷൻ മ്യൂസിയം 5 മണിക്ക് തുറക്കുകയുള്ളൂ, രാത്രി 9 മണി വരെ. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് മുകളിൽ താഴത്തോട്ട് അണ്ടർഗ്രൗണ്ടിലാണ്, താഴത്തോട്ട് ഇറങ്ങുവാണ്. ആംബിയൻസ് ആണ് ഇവിടെയും ഇതൊക്കെ എടുക്കണം. ടിക്കറ്റ് ഉണ്ട്. വിസിറ്റേഴ്സിന് 220 ഈജിപ്ഷ്യൻ പൗണ്ടും, സ്റ്റുഡൻറ്റിന് 17 വയസ്സ് താഴെയുള്ള പിള്ളേർ സ്റ്റുഡൻ്റാണ്, അവർക്ക് 110. ഇവരുടെ കയ്യിലിരിക്കുന്നത് പാപ്പിരൂസ് ഫ്ലവറാണ്. ഇതിൻ്റെ ക്രോക്കഡൈലിനെയൊക്കെ മമ്മിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ജഡ്ജ്മെൻറ്റിൻ്റെ പിക്ചർ. ഇതാണ് മമ്മിഫിക്കേഷൻ്റെ ഉപയോഗിക്കുന്ന ടൂൾസ്. ഇതൊരു ആടിൻ്റെ മമ്മിഫിക്കേഷൻ ചെയ്ത് വെച്ചേക്കണാണ്. ഇതിൻ്റെ ഇതിവിടെ ഉണ്ട്, കണ്ടോ, ആടിനെ വെച്ച് മമ്മിഫൈ ചെയ്തേക്കണാണ്. നമുക്ക് അപ്പുറം സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഇത് അങ്ങനെ പല സാധനങ്ങളുണ്ട്. അതൊരു പൂച്ചേനെ മമ്മിഫൈ ചെയ്തേക്കണാണ്. ഇത് കുരങ്ങൻ്റെ മമ്മിഫൈ ചെയ്തത്. നമ്മുടെ ക്രോക്കഡൈലിൻ്റെ മമ്മി. മീനെ മമ്മിഫൈ ചെയ്തുകൊണ്ട് അവിടെ മീനെ. പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ മമ്മിഫൈ ചെയ്യാറുണ്ട്. മമ്മിഫിക്കേഷൻ്റെ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബെഡാണ് ഈ കാണുന്നത്. ഇത് പൂച്ചയുടെ മമ്മിയാണ്. ഇതാണ് ഇവരുടെ ലൈഫ്, സിമ്പിൾ ഓഫ് ലൈഫാണിത്. ഇതാണ് സിമ്പിൾ ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. ഇതാണ് ആഫ്റ്റർ ലൈഫിലെ കോഡ്. മമ്മിയുടെ ഉള്ളിൽ ഈ സാധനം അവർ വയ്ക്കും. മമ്മിയുടെ ഹാർട്ടിൽ ഇങ്ങനൊരു സാധനം വയ്ക്കും. അത് ഒരു വണ്ടും ഉണ്ട്. ഇത് വണ്ട്, മറ്റേതൊരു ഈ സാധനം അവർ ഹാർട്ടിൻ്റെ അടുത്ത് മമ്മിഫിക്കേഷൻ്റെ സമയത്ത് ഇൻസൈഡ് ബോഡി ഹാർട്ട് മാത്രമേ വയ്ക്കുള്ളൂ. ആ സമയത്ത് ഈ 2 സാധനങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് വയ്ക്കുള്ളൂ. ഒന്ന് ഈ പക്ഷിയുടെ ഇത് വണ്ടും. ഇത് മൗത്ത് ഓപ്പൺ ചെയ്യണത്, തലയിൽ വെക്കണത്, സിമെട്രി. അപ്പോൾ നമ്മൾ
മമ്മിഫിക്കേഷൻ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. മമ്മിഫിക്കേഷൻ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇതേ നമ്മുടെ ഡൗൺ ടൗൺ മാർക്കറ്റും നൈൽ റിവറുമാണ് കാണുന്നത്. സൺസെറ്റ് ഇൻ ദ നൈൽ റിവർ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ സമയത്ത്. നല്ല സൺസെറ്റ്. ഇവിടെ ഫെലൂക്ക റൈഡുകൾ പോകുന്നുണ്ട്.